ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസം പ്രോബ്ലം ലോഡാവാണ്ട് പറ്റിയില്ലല്ലോ. പിന്നെ അത് ചെയ്യാനായിട്ട് വിട്ടുപോയി. ഇന്ന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാനായിട്ടുള്ള ഫോർമുലയാണ് കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ ആവറേജ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനായിട്ട് ഓൾറെഡി നമുക്ക് അറിയാം, കറന്റ് അസെറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റീസ് എന്ന് അറിയാം. അപ്പൊ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ക്യാഷ് 10,000 ഉണ്ട്, ബിൽ റിസീവബിൾ 5,000 ഉണ്ട്, സൺട്രി ഡെറ്റേഴ്സ് 25,000 ഉണ്ട്, സ്റ്റോക്സ് 20,000 ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് 30,000 ഉണ്ട്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 1,50,000 ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാനായിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ കാണാനായിട്ടുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ കാണാനായിട്ട് നമുക്കറിയാം കറന്റ് അസെറ്റ്സ് മൈനസ് കറന്റ് ലൈബിലിറ്റീസ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഏതൊക്കെയാണ് കറന്റ് അസെറ്റ്സ്, ഏതൊക്കെയാണ് കറന്റ് ലൈബിലിറ്റീസ് എന്ന് നോക്കാം. കറന്റ് അസെറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷ് കറന്റ് അസെറ്റ് ആണ്, ബിൽ റിസീവബിൾ കറന്റ് അസെറ്റ് ആണ്, സൺട്രി ഡെറ്റേഴ്സ് കറന്റ് അസെറ്റ് ആണ്, സ്റ്റോക്ക് കറന്റ് അസെറ്റ് ആണ്. ഓൺലി സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ലയബിലിറ്റി സൈഡിൽ വരുന്നുള്ളൂ. ദെൻ ആഡ് 10,000 പ്ലസ് 5,000 പ്ലസ് 25,000 പ്ലസ് 20,000 ഈക്വൽ ടു 60,000. ദാറ്റ് ഈസ് കറന്റ് അസെറ്റ്സ്. Current liability is 30,000. Therefore, net working capital equal to current assets minus current liabilities equal to 60,000 minus 30,000. That means only 30,000 net working capital. Then turn to our formula, working capital turnover ratio. Cost of revenue from operations divided by net working capital. കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോബ്ലത്തിലുണ്ട് 1,50,000. ഓക്കെ കുട്ടികളെ മനസ്സിലായല്ലോ. ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ചു 30,000. 1,50,000 ഡിവൈഡഡ് ബൈ 30,000 ഈക്വൽ ടു 5 times. ഓക്കെ, അത് 5 ഇരട്ടിയാണ് ഏതുള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ വരുന്നത്. ഓക്കെ, നോട്ട്ബുക്കിൽ എല്ലാ പ്രോബ്ലം ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാം കേട്ടോ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അസൈൻമെന്റ് തരാം. നെക്സ്റ്റ് പ്രോബ്ലം. The following information is given about Mercedes SP Limited for the year ending March 31st, 2013. Inventory turnover ratio. ഇത് ഈ turnover ratio 6 times ആണ് തന്നിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ 20% ഓൺ സെയിൽസ് തന്നിട്ടുണ്ട്. റവന്യൂ തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ട്രേഡ് പേയബിൾസ് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ട്രേഡ് പേയബിൾസ് തന്നിട്ടുണ്ട്. ട്രേഡ് റിസീവബിൾസ് അറ്റ് ദ എൻഡ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും തന്നിട്ടുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ടല്ലോ അല്ലേ. ഇനി തന്നിട്ടാണാവോ അത് കാണേണ്ടത്. ഇനി അതിന്റെ ഉള്ളിന്ന് ഓരോന്ന് ചോദിക്കാണ് അവര്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫോർമുലയൊക്കെ അറിയാലോ, പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. ഇന്നതൊക്കെ ആഡ് ചെയ്യുന്നതാണെന്നൊക്കെ അറിഞ്ഞാൽ മതി. അപ്പൊ പിന്നെ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ആദ്യം നമുക്ക് ആവറേജ് ഇൻവെന്ററി കാണണം, പർച്ചേസസ് കാണണം, പേയബിൾസ് ടേൺ ഓവർ റേഷ്യോ കാണണം, ആവറേജ് പേയ്മെന്റ് പീരീഡ് കാണണം, ആവറേജ് കളക്ഷൻ പീരീഡ് കാണണം, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ. ഇത്ര നാളും പഠിച്ച എല്ലാ പ്രോബ്ലത്തിന്റെ എല്ലാ കണ്ടികളും ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്യാൻ കിട്ടിയ അതിന്റെ അർത്ഥം എന്താണ്? മുന്നേ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോബ്ലം ചെയ്യാൻ കിട്ടി എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ കോസ്റ്റ് ഓഫ് റവന്യൂ. അപ്പം അത് നമുക്ക് റവന്യൂയിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചാൽ കിട്ടാവുന്നതാണ്. റവന്യൂ എന്ന് മീൻസ് എന്താണ്? എപ്പോഴാണ് നമുക്ക് റവന്യൂ കിട്ടുക? ഒരു കമ്പനിക്ക് റവന്യൂ കിട്ടുന്നത് എപ്പോൾ മാത്രമാണ് കിട്ടുന്നത്? സെയിൽസ് നടക്കുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ സെയിൽസ് എമൗണ്ട് ആണ് ഏതായിട്ട് വരുന്നത്? റവന്യൂ ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് പ്രോഫിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സെയിൽസിന്റെ അവിടുത്തെ പ്രോഫിറ്റ് ഏതാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലെ ഗ്രോസ് പ്രോഫിറ്റ്. അത് കുറച്ചാൽ അതിന്റെ കോസ്റ്റ് കിട്ടും. അതായത് 100 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്, 80 രൂപയാണ് അതിന്റെ ചെലവ്. അപ്പൊ 20 രൂപയാണ് അതിന്റെ പ്രോഫിറ്റ്. അതിന് 80 രൂപ തന്നിട്ടില്ല. ഏത് മാത്രമേ തന്നിട്ടുള്ളൂ? 100 രൂപയും 20 രൂപയും തന്നിട്ടുള്ളൂ. എന്താ കുഴപ്പം?
ഒരു കുഴപ്പമില്ല കണ്ടുപിടിക്കാനായിട്ട്. 100ൽ നിന്ന് 20 കുറച്ചിട്ട് 80 കോസ്റ്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നു. സെയിം വേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അപ്പം നമ്മളുടെ റവന്യൂ തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സെയിൽസ് തന്നിട്ടുണ്ട്. 3 ലാക്ക് തന്നിട്ടുണ്ട്. മൈനസ് പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് പ്രോഫിറ്റ് നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് 20% ഓൺ സെയിൽസ്. ഒട്ടും ഡൗട്ടേ ഇല്ല അവിടെ സെയിൽസിന്റെ 20% കാണാം. ദാറ്റ് ഈസ് ദി ഗ്രോസ് പ്രോഫിറ്റ്. ഹിയർ 3 ലാക്കിന്റെ 20% 60,000 ആണ്. ദെൻ 3 ലാക്ക് മൈനസ് 60,000 ഈക്വൽ ടു 2,40,000 ആണ്. എന്ത് സംഭവം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി നമുക്ക് ആവറേജ് ഇൻവെന്ററി കാണണം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോയിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ കോസ്റ്റ് ഓഫ് റവന്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. അപ്പൊ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് കുട്ടികളെ? 40,000 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇനി ആവറേജ് ഇൻവെന്ററി കാണണം. ആവറേജ് ഇൻവെന്ററി കാണാനായിട്ട് നമുക്ക് ഇതിന്റെ എത്ര പ്രാവശ്യമായിരിക്കും വന്നിട്ടുള്ളതെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 60 ടൈംസ് ആണ് 6 ടൈംസ് ആണ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഈ 6 ടൈംസ് ആണെങ്കിൽ അതിന്റെ ആവറേജ് എത്രയായിരിക്കും? 2,40,000 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 40,000. മനസ്സിലായില്ലേ? ആവറേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 പ്രാവശ്യമാണെങ്കിൽ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 പ്രാവശ്യമാണെങ്കിൽ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആവറേജ് എണ്ണത്ത് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സിലെ 10 കുട്ടികളുടെ മാർക്കിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 10 പേരെ നമ്മൾ സെലക്ട് ചെയ്യും. ആരൊക്കെയാണ് 10 പേര്? കൈ പൊന്തിച്ച വേഗം വേഗം. ഷക്കീറ, ആമിന, സുൽഫത്ത്, പിന്നെ ആരൊക്കെയാണ്? ദേവികമാര് കുറെ പേരുണ്ട്, ഐശ്വര്യന്മാര് കുറെ പേരുണ്ട്. അങ്ങനെ അപ്പൊ തന്നെ 10നേക്കാളും കൂടിയില്ലേ? ഡിവൈഡഡ് ബൈ എത്ര എണ്ണാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അവരുടെ എണ്ണാണ് എടുക്കുക. അപ്പൊ കോസ്റ്റ് ആവറേജ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,40,000 ആണ്. ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി കാണാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 6 ടൈംസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് ഇൻവെന്ററി കിട്ടി. ഓക്കെ, 40,000. ഇനി നമുക്ക് പർച്ചേസ് കാൽക്കുലേഷൻ ചെയ്യണം. നമ്മൾ ഓൾറെഡി നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരാം. ട്രേഡിംഗ് അക്കൗണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഒരു ഈ വർഷത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ വർഷം നമ്മളുടെ സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർമ്മയില്ലേ? അത് നമ്മൾ ബേസിക്കായിട്ട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും കിട്ടുന്ന കാര്യമാണ്. അപ്പൊ പർച്ചേസസ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ഓപ്പണിംഗ് ഇൻവെന്ററി. അതായത് നമ്മളുടെ ഗുഡ്സ് വിറ്റതിന്റെ കൂടെ ക്ലോസിംഗ് ഇൻവെന്ററി ആഡ് ചെയ്യാം. അതാണ് ആ വർഷത്തെ സംഭവങ്ങൾ. അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ കുറയ്ക്കാം. അപ്പൊ നമുക്ക് പിന്നെ ആവറേജ് ഇൻവെന്ററി ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി വെച്ചിട്ട് നമുക്ക് ആവറേജ് ഇൻവെന്ററി കാണാം. അപ്പൊ നമുക്ക് എന്തൊക്കെ നമുക്ക് പർച്ചേസസ് കാണാനായിട്ടുള്ള കുറേ ഫോർമുലകൾ നമുക്ക് വരുന്നുണ്ട്. പർച്ചേസസ് എന്ന് പറയുന്നത് ഏതൊക്കെ കൂടിയതായിരിക്കും? 2,40,000 പിന്നെ അതാണ് പിന്നെ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണ്? ക്ലോസിംഗ് ഇൻവെന്ററി നമ്മൾ കണ്ടുപിടിക്കണം. ക്ലോസിംഗ് ഇൻവെന്ററി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പർച്ചേസസ് കാണുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ഓപ്പണിംഗ് ഇൻവെന്ററി ആണ്. അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 2,40,000 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററിയും കാണണം, ക്ലോസിംഗ് ഇൻവെന്ററിയും കാണണം. അതിന് നമുക്ക് ആവറേജ് ഇൻവെന്ററി നമുക്ക് നോക്കാം. ആവറേജ് ഇൻവെന്ററി ഇവിടെ 40,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവറേജ് ഇൻവെന്ററി ഈക്വൽ ടു ആവറേജ് ഇൻവെന്ററി ഈക്വൽ ടു ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2. ഇവിടെ ക്ലോസിംഗ് ഇൻവെന്ററി എത്രയാണെന്ന് പറയുന്നു? ₹10,000 മോർ ദാൻ ദി ഓപ്പണിംഗ് ഇൻവെന്ററി. അങ്ങനെ ഒരു ക്ലൂ മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. അപ്പൊ ഈ ആവറേജ് ഇൻവെന്ററി 40,000 ആവുമ്പോൾ ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഈ 2 ഇപ്പുറത്തേക്ക് വന്നിട്ട് 40,000 മൾട്ടിപ്ലൈഡ് ബൈ 2ലേക്ക് വരും. അപ്പൊ 80,000 കിട്ടും.
ഈക്വൽ ടു ഈ ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഇൻവെന്ററിയുടെ 10,000 രൂപ കൂടുതലാണെങ്കിൽ അതൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. ഫോർമുല ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻവെന്ററി 45,000 ആണെന്ന് കിട്ടുന്നതാണ്. അപ്പം അതനുസരിച്ച് നമുക്ക് ഓപ്പണിംഗ് ഇൻവെന്ററിയും ക്ലോസിംഗ് ഇൻവെന്ററിയും നമുക്ക് കിട്ടും. ഓപ്പണിംഗ് ഇൻവെന്ററി 35,000 ആണ്, ക്ലോസിംഗ് ഇൻവെന്ററി അതിനേക്കാൾ 10 കൂടുതലാണ്, 10,000 കൂടുതലാണ്. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി, ഒരെണ്ണം നമുക്ക് കിട്ടും 45,000 ആണ്. അപ്പോൾ ഇപ്പം നമുക്ക് പർച്ചേസസിന്റെ എല്ലാ ഫോർമുലയിലുള്ള എല്ലാ സംഭവങ്ങളും കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് ഇൻവെന്ററി പ്ലസ് മൈനസ് ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് കിട്ടി. അങ്ങനെ നമുക്ക് നോക്കിയാൽ 2,50,000 ആണ് പർച്ചേസസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് കാണാനായിട്ടുള്ളതാണ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ. പേയബിൾ ടേൺ ഓവർ റേഷ്യോ കാണാനായിട്ടുള്ള ഫോർമുലയാണ് നെറ്റ് ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ട്രേഡ് പർച്ചേസസ്. നെറ്റ് ആനുവൽ ക്രെഡിറ്റ് പർച്ചേസസ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു 2,50,000. ഇനി ആവറേജ് ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രേഡ് പേയബിൾസ് നമ്മളുടെ പ്രോബ്ലത്തിൽ ഉണ്ടാകും. ആ പ്രോബ്ലത്തിൽ അതിൻ്റെ ആവറേജ് ഇവിടെ ട്രേഡ് പേയബിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് 20,000, ക്ലോസിംഗ് 30,000 തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആവറേജ് ആണ് ട്രേഡ് പേയബിൾസ്. അപ്പം അതിൻ്റെ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. പേയബിൾ ടേൺ ഓവർ റേഷ്യോ 2,50,000 ഡിവൈഡഡ് ബൈ 25,000 ഈക്വൽ ടു 10 ടൈംസ്. ഇനി ആവറേജ് പേയബിൾ പീരീഡ്, അതായത് ഇത് 365 ദിവസം വെച്ചിട്ടുള്ളതാണ്. ആവറേജ് ട്രേഡ് പേയബിൾ മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ആനുവൽ പർച്ചേസസ്. ഫോർമുലകളൊക്കെ ബൈ ഹാർട്ട് പഠിക്കാട്ടോ കുട്ടികളെ, അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പോൾ ആവറേജ് ട്രേഡ് പേയബിൾസ് 25,000 ആണെന്ന് അറിയാം. വർക്കിംഗ് ഡേയ്സ് നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് നോക്കുക, അല്ലെങ്കിൽ 365 എടുക്കുക. നെറ്റ് ആനുവൽ പർച്ചേസസ് നമ്മൾ ഓൾറെഡി പർച്ചേസസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 2,50,000 ആണ്. അപ്പം 37 ഡേയ്സ്. ഇനി ആവറേജ് കളക്ഷൻ പീരീഡ്, എത്ര ദിവസത്തിനുള്ളിലാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്? ആവറേജ് ട്രേഡ് റിസീവബിൾസ് മൾട്ടിപ്ലൈഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഡിവൈഡഡ് ബൈ നെറ്റ് ആനുവൽ റവന്യൂ. ട്രേഡ് റിസീവബിൾസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 60,000 ആണെന്ന്. വർക്കിംഗ് ഡേയ്സ് 365 ആണ്. ആനുവൽ റവന്യൂ നമുക്കറിയാം, പ്രോബ്ലത്തിൽ അറിയാം 3 lakh ആണെന്നറിയാം. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചിട്ട് പുതിയതായിട്ട് പഠിച്ചിട്ടുള്ള ഫോർമുലയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 2,40,000 ഡിവൈഡഡ് ബൈ 50,000 ഈക്വൽ ടു 4.8 ടൈംസ്. ഇത്തിരി കുറച്ചധികം ഉണ്ട്, ഇരുന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. അതനുസരിച്ച് പിന്നെ ടീച്ചർ അസൈൻമെൻറ്റ് തരാം. ഓക്കെ, താങ്ക് യു.